ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ ഡീകേ ഓഫ് ദ ആറ്റോമിക് ന്യൂക്ലിയൈ വിത്ത് ദ എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയൈ ഓർ ഇലക്ട്രോൺസ് ആൻഡ് ഹൈ എനർജി ഫോട്ടോൺസ് ഈസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. അതായത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് കൂടുതലായിട്ടും നടക്കുന്നത് ഹെവി എലമെൻസിലാണ്. അതായത് ഹെവി ആയിട്ട് നിൽക്കുന്ന നമ്മൾ ബൈൻഡിങ് എനർജിനെ കുറിച്ച് പഠിച്ചു, ബൈൻഡിങ് എനർജി കർവിനെ കുറിച്ച് പഠിച്ചു, സ്റ്റെബിലിറ്റിനെ കുറിച്ച് പഠിച്ചു. അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസുകളാണ് കൂടുതൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹെവി ന്യൂക്ലിയസ് ഹെവി ആയിക്കഴിഞ്ഞാൽ അവർക്ക് അൺസ്റ്റെബിലിറ്റിയും കൂടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസുകളാണ് കൂടുതലായിട്ടും ഡീകേ ആയിട്ട് പോകുന്ന ആ പ്രോസസ്സാണ്. അതായത് ഡീകേ സംഭവിക്കുമ്പോൾ 3 ടൈപ്പ് ആൾക്കാരാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാരൊക്കെയാണ്? എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയൈ, ഇലക്ട്രോൺസ്, ഹൈ എനർജി ഫോട്ടോൺസ്. ഇതൊക്കെ ആയിട്ട് മാറണം, ഇതൊക്കെ ആയിട്ട് ഡീകേ നടക്കണം. അങ്ങനെ ഡീകേ നടക്കുന്നതിന് ആ പറയുന്ന പ്രോസസ്സാണ് എന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അത് 1896 ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അതിൽ അറ്റോമിക് ന്യൂക്ലിയയുടെ ഡീകേ ആണ് വിത്ത് ദ എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയൈ, ഇലക്ട്രോൺസ്, ഹൈ എനർജി ഫോട്ടോൺസ്. ഇത്രയും ആൾക്കാരുടെ ഡീക്കേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സിംപ്ലി. ഓക്കെ, ഹീലിയം ന്യൂക്ലിയനെ നമ്മൾ വിളിക്കുന്നത് ആൽഫ പാർട്ടിക്കിൾസ് എന്നാണ്. ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്നത് ബീറ്റ പാർട്ടിക്കിൾസ് എന്നാണ്. ദെൻ ഹൈ എനർജി ഫോട്ടോൺസിനെ നമ്മൾ വിളിക്കുന്നത് ഗാമ പാർട്ടിക്കിൾസ് എന്നായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവരെ 3 പേരെയും നമ്മൾ മാറ്റി പറയാണ്. എന്താണ്? ഹീലിയം ന്യൂക്ലിയനെ ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ടും ഇലക്ട്രോൺസിനെ നമ്മൾ എന്തായിട്ട് ബീറ്റ പാർട്ടിക്കിൾസ് ആയിട്ടും ഹൈ എനർജി ഫോട്ടോൺസിനെ നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ടും പറയണം. ഓക്കെ, ഇനി റേഡിയോ ആക്ടിവിറ്റിക്ക് ഞാൻ പറഞ്ഞു, റേഡിയോ ആക്ടിവിറ്റിയുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് തന്നെയാണ്. ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഡീകേ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡീകേ ചെയ്യുമ്പോൾ അത് 3 ടൈപ്പ് ഡീകേ ആണ് അവിടെ നടക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ് ആൻഡ് ഗാമ പാർട്ടിക്കിൾസ്. 3 ടൈപ്പ് ഡീകേ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി 2 ടൈപ്പ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എക്സിബിറ്റഡ് ബൈ നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് നാച്ചുറൽ റേഡിയോ. നാച്ചുറലായിട്ട് ഒരു എലമെൻറ്റ് ഡീകേ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളതിനെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു അതായത് നമ്മൾ എക്സ്റ്റേണൽ കാരണങ്ങളും ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു എലമെൻറ്റ് എന്താവാണ് റേഡിയോ ആക്ടിവിറ്റി ഡീകേ നടന്നിട്ട് അത് ഡീകേ ചെയ്ത് പോകണം. ഓക്കെ, ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ന്യൂക്ലിയൈ വിത്ത് Z ഗ്രേറ്റർ ദാൻ 82. അതായത് പ്രോട്ടോൺ നമ്പർ 82 നമ്പർ ഓഫ് പ്രോട്ടോൺസെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ എലമെൻസിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്? നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എക്സ്റ്റേണൽ കോസ് കൊടുത്തുകൊണ്ട് ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് നടത്തുകയാണ്? അതിനെ ഡീകേ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ കോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് തന്നെയാണ് മെയിൻ കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ അൺസ്റ്റെബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താവും? ന്യൂക്ലിയർ വിത്ത് ഹയർ ആറ്റോമിക് നമ്പർ കൂടുന്തോറും, അതായത് ന്യൂക്ലിയസ് വലുതാവും തോറും അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞു വരികയാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞു വരുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂക്ലിയോൺസിൻ്റെ നമ്പർ കൂടുന്തോറും പ്രോട്ടോൺസിൻ്റെ നമ്പറും ന്യൂക്ലിയസിനകത്ത് കൂടുകയാണ്. പ്രോട്ടോൺസിൻ്റെ നമ്പർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കൂളം റിപ്പൽഷൻ അവിടെ കൂടുകയാണ്. ഈ കൂളം റിപ്പൽഷൻ കൂടുമ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൻ്റെ ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി കുറയാണ്. ഈ സ്റ്റെബിലിറ്റി കുറയുന്ന സമയത്ത് ന്യൂക്ലിയസ് എന്തായി പോവാണ്? ഡീകേ ചെയ്ത് പോവാണ്. ഡീകേ ചെയ്യുമ്പോൾ 3 പോർഷനായിട്ടാണ് ഡീകേ നടക്കുക. ഏതൊക്കെയാണ്? ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ് ആൻഡ് ഗാമ റേസ്. ഇനി ഈ ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ്, ഗാമ പാർട്ടിക്കിൾസ് ഇവരുടെയൊക്കെ ഒരു സ്ട്രീമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഫ റേ, ബീറ്റ റേ ആൻഡ് ഗാമ റേ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, സ്ട്രീം ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ പാർട്ടിക്കിൾസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത് റുദർഫോർഡാണ്. അതായത് മെയിനായിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും ഗാമ പാർട്ടിക്കിൾസൊക്കെ എക്സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് 1898 റുദർഫോർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ത്രൂ ആണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചത്? ആൽഫ പാർട്ടിക്കിൾസിനെയും ബീറ്റ പാർട്ടിക്കിൾസിനെയും ഗാമ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ നമ്മൾ ഇവരെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിനെയും ബീറ്റ പാർട്ടിക്കിൾസിനെയും ഗാമ പാർട്ടിക്കിൾസിനെയും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ റേഡിയേഷൻ നമ്മൾ അതിൻ്റെ പെനട്രേറ്റിംഗ് പവർ വെച്ചിട്ടാണ് പറയണത്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഏതാണ്, ഏറ്റവും കുറവ് പെനട്രേറ്റിംഗ് പവർ ഏതാണ്, ഏറ്റവും രണ്ടിൻ്റെ മിഡിൽ നിൽക്കണ പെനട്രേറ്റിംഗ് പവർ ഏതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലാർജർ പെനട്രേറ്റിംഗ് പവർ വരുന്നത് ബീറ്റ റേസിനാണ്. ഏറ്റവും കൂടുതലായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുക ബീറ്റ റേസിനും, ഏറ്റവും കുറവായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുക ആർക്കാണ്? ഏറ്റവും കുറവായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുക ആൽഫ റേസിനും. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് പെനിട്രേഷൻ പവറുള്ള ആൾക്കാരാണ് ആര്? ഗാമ റേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 3 പേരുടെയും നേച്ചർ എന്താണ്, ഇവരുടെ ചാർജ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത പറയണത്. ചാർജ് മനസ്സിലാക്കാൻ, അതായത് ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസിൻ്റെയും ഗാമ പാർട്ടിക്കിൾസിൻ്റെയും ചാർജ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഇതാണ് ഇവരുടെ ചാർജ്. അതായത് ഒരു റേഡിയം സാമ്പിളാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? റേഡിയം സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീകെ നടക്കുകയാണ് ഇവിടെ കാണിക്കുന്നത്. ഡീകെ നടക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൽഫ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബീറ്റ പാർട്ടിക്കിൾസ് റൈറ്റ് സൈഡിലുണ്ട്, ഗാമ പാർട്ടിക്കിൾസ് നേരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവരുടെയൊക്കെ ചാർജ് മനസ്സിലാക്കാം. അതായത് ഒരു സൈഡിൽ പ്ലസും മൈനസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൽഫ പാർട്ടിക്കിൾസിന് ഏത് ചാർജ് ആയിരിക്കും? ആൽഫ പാർട്ടിക്കിൾസ് ഓൾവേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ബീറ്റ പാർട്ടിക്കിൾസ് ഓൾവേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. എങ്ങനെയാണ്? ഈ നെഗറ്റീവിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്ത് പോയിരിക്കുന്നത് ആൽഫ പാർട്ടിക്കിൾസും, പോസിറ്റീവിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്ത് പോയിരിക്കുന്നത് ബീറ്റ പാർട്ടിക്കിൾസ്. അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾസിന് ഓൾവേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ആൽഫ പാർട്ടിക്കിൾസ് ഓൾവേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഈ ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അൺചാർജ്ഡ് ആണ്. ഗാമ റേസ് എന്താണ്? അൺചാർജ്ഡ് ആണ്. ഇപ്പോൾ ഇതാണ് ഇവരുടെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 റേസിൻ്റെയും ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇവർക്ക് 3 പേർക്കും ഒരേ ആക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും ഏകദേശം ഒരേ ആക്ഷൻ തന്നെയാണ്. ആൽഫ പാർട്ടിക്കിൾസിനും ബീറ്റ പാർട്ടിക്കിൾസിനും ഗാമ പാർട്ടിക്കിൾസിനും ഏകദേശം ഒരേ ആക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇവരുടെ പ്രോപ്പർട്ടീസാണ് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ പോയിൻ്റായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ആൽഫ റേസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ദേ കൺസിസ്റ്റ് ഓഫ് ഡബിൾ അയനൈസ്ഡ് ഹീലിയം ആറ്റം He2H+. ദേ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്. നമുക്ക് ആ പിക്ചറിൽ കാണാം. അവർ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് റിഫ്ലക്റ്റ് ചെയ്യും. അവരുടെ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 10% ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയിരിക്കും. ദെയർ പെനട്രേറ്റിംഗ് പവർ എന്താണ്? 1/100 ടൈംസ് ഡ്യൂ ടു ബീറ്റ റേസ് ആൻഡ് 1/1000 ടൈംസ് ഡ്യൂ ടു ആൽഫ റേസ്. അവരുടെ ആൽഫ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് പെനട്രേറ്റിംഗ് പവറിലാണ്. 1/100 ടൈംസ് എന്തിനാ? ബീറ്റ റേസിനാണ്. 1/1000 ടൈംസ് ദാറ്റ് ഡ്യൂ ടു ഗാമ റേസും ആയിരിക്കും. ദെയർ അയനൈസിങ് പവർ ഈസ് വെരി ഹൈ. അയനൈസിങ് പവർ ഹൈ ആണ്. ദേ എഫക്ട് സിമ്പിൾ പോയിൻറ്റ്സുകളാണ്. ദേ എഫക്ട് ഫോട്ടോഗ്രാഫി പ്ലേറ്റ് ആൻഡ് കോസ് ഫ്ലൂറസെൻസ് ഇൻ സിങ്ക് സൾഫൈഡ്, ബേരിയം, പ്ലാറ്റിനോ, സൈനൈഡ് എക്സെട്ര. ഓക്കെ, ഫോട്ടോഗ്രാഫി പ്ലേറ്റ് അത് ജസ്റ്റ് പോയിൻറ്റ്സ് ആണ്, കൂടുതലായിട്ടൊന്നുമില്ല അതിൽ. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ആൽഫ റേസിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആൽഫ റേസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹീലിയം ആറ്റംസ് ആണ്. He2+ എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റംസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് എന്താണ്? അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10% വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന് ഡിഫ്ലക്ഷൻ കാണിക്കും.
ലീസ്റ്റ് പെനട്രേറ്റിംഗ് പവറാണ്, അയണൈസിങ് പവർ ഹൈ ആണ്. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബീറ്റ റൈസ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ദേ ആർ ഡിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് ചെയ്യും. ദെയർ വെലോസിറ്റി ഈസ് അബൌട്ട് 9% ഓഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദെയർ പെനട്രേറ്റിംഗ് പവർ അബൌട്ട് 1000 ടൈംസ് മോർ ദാൻ ആൽഫ പാർട്ടിക്കിൾസ്. അങ്ങനെ കുറച്ച് ബീറ്റ റൈസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗാമ റൈസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ദേ ആർ ഫോട്ടോൺസ് ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത്. അതായത് ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ കൂടുതലായി ലൈറ്റ് വേവ്സിനെയാണ് നമ്മൾ ഗാമ പാർട്ടിക്കിൾസ്, അതായത് അവർ ഫോട്ടോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ദേ ആർ ഫോട്ടോൺസ് ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഓർഡർ ഓഫ് 10⁻⁻11 മീറ്റർ ടു 10⁻⁻13 മീറ്റർ. 10⁻⁻11 മീറ്റർ മുതൽ 10⁻⁻13 മീറ്റർ വരെ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ് ആര്? ഗാമ റേസ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ആ പിക്ചറിൽ ഇവിടെ കണ്ട പോലെ തന്നെ അവർക്ക് എന്തില്ല, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. കാരണം അവരെന്താണ്, അൺചാർജ്ഡ് ആണ്. ഓക്കെ, ഇനി ദേ മൂവ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. അത് സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ ഏകദേശം സെയിം സ്പീഡ് തന്നെയാണ് ഗാമ റേസിന്. ദെയർ പെനിട്രേറ്റിംഗ് പവർ ഈസ് അബൌട്ട് 100 ടൈംസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബീറ്റ റേസ്. ബീറ്റ റേസിനേക്കാളും 100 ടൈംസ് കൂടുതലാണ് ആർക്ക്? ഗാമ റേസിന് പെനിട്രേറ്റിംഗ് പവർ. ദെയർ അയണൈസിങ് പവർ ഈസ് 1/100 ടൈംസ് ഓഫ് ബീറ്റ റേസ്. അയണൈസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ടൈംസ് ഓഫ് ബീറ്റ റൈസ് ആണ്. ദ എഫക്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആൻഡ് കോസ് ഫ്ലോറസൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്തുകൊണ്ടാണ് ആൽഫ റൈസും ബീറ്റ റൈസും ബീറ്റ ആൻഡ് ഗാമ ഡീകെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ന്യൂക്ലിയൈ ഹാവിങ് മോർ ദാൻ 210 ന്യൂക്ലിയോൺസ് അണ്ടർഗോ ആൽഫ ഡി കെ. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഫോഴ്സ്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഡി കെ നടക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് 2 ഫോഴ്സുകളാണുള്ളത്. ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റേഞ്ച് ഫോഴ്സാണ്. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ന്യൂക്ലിയസിനകത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുമ്പോൾ, അതായത് നമ്മൾ ലാർജർ ന്യൂക്ലിയസുകൾ എടുക്കുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടും. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുമ്പോൾ അവിടെ ന്യൂക്ലിയർ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. അതായത് ന്യൂക്ലിയർ ഫോഴ്സിനകത്തുള്ള ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനകത്ത് പിടിച്ചു നിർത്താനുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറയും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ആ മോളിക്യൂൾ എന്താവുക ചെയ്യുന്നത്? അൺസ്റ്റേബിൾ ആവുകയും ചെയ്യുന്നത്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ വലിയ ന്യൂക്ലിയസുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടും, പ്രോട്ടോൺസിൻ്റെ നമ്പർ കൂടും. ഈ ന്യൂക്ലിയോൺസിൻ്റെ നമ്പറും പ്രോട്ടോൺസിൻ്റെ നമ്പറും ഒക്കെ കൂടുമ്പോൾ നമ്മളുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ആണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഒന്നുമല്ല, അതിന് അത്യാവശ്യം റേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രോട്ടോൺ നമ്പറും കൂടുമ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും നമ്മളുടെ ന്യൂക്ലിയർ ഫോഴ്സും കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കൂടുതലായിട്ട് ബാലൻസ് വരില്ല. അങ്ങനെ ബാലൻസ് വരാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് ആ ന്യൂക്ലിയസ് എന്താവും? അൺസ്റ്റേബിൾ ആവും. ഈ അൺസ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ആൻഡ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ്. ഈ അൺസ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്? എമിറ്റ് ചെയ്യാണ്. 2 വഴി കൂടെയാണ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാരീസ് എവേ 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. And daughter product may higher stability than the parent. ഓക്കെ, അവിടെ നടക്കുന്ന പ്രോസസ്സാണ് പറയുന്നത്. ദ ന്യൂക്ലിയൈ ഹാവിങ് ഹയർ റേഷ്യോ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് അണ്ടർഗോ ബീറ്റ ഡീകെ. ഹയർ റേഷ്യോ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂക്ലിയയ്ക്ക് നമ്മൾ ഒരു കർവിൽ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോർഷനിൽ വരുന്നത്, അതായത് സ്റ്റെബിലിറ്റി കർവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലത്തെ പോർഷനിൽ വരുന്നത് ആ N/P റേഷ്യോ, ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1ഉം ന്യൂട്രോൺ ബൈ പ്രോട്ടോൺ റേഷ്യോ ലെസ് ദാൻ 1ഉം വരുന്ന 2 കണ്ടീഷൻ. ആ 2 കണ്ടീഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദ ന്യൂക്ലിയൈ ഹാവിങ് ഹയർ റേഷ്യോ ഓഫ് ന്യൂട്രോൺസ്, ഹയർ റേഷ്യോ അതായത് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ അവിടെ എന്താ നടക്കുക? ബീറ്റ പാർട്ടിക്കിൾസിനെയാണ് എമിറ്റ് ചെയ്യുക. ലെസ് ദാൻ 1 ആവുമ്പോൾ അവിടെ കൂടുതൽ നടക്കുക ആൽഫ പാർട്ടിക്കിൾസിനെയും പിന്നെ അതുപോലെ തന്നെ 2 ന്യൂട്രോൺസിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഡോട്ടർ പ്രൊഡക്റ്റിനൊക്കെയാണ് എമിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഗ്രാഫിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു.
Such nuclei are unstable because of number of neutrons is large in them, and they acquire stability by converting neutron into a proton. അപ്പോൾ ഇവർ അൺസ്റ്റേബിളായി നിൽക്കുന്ന കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ന്യൂട്രോണിനെ പ്രോട്ടോണാക്കി മാറ്റും. അപ്പോൾ ഇലക്ട്രോണാണ് കൂടുതലായിട്ട് ദ ഇലക്ട്രോൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ സ്പ്ലിറ്റിംഗ് ഓഫ് ന്യൂട്രോൺ ഇൻ ടു പ്രോട്ടോൺ ഗോസ് ഔട്ട് ആസ് ബീറ്റ പാർട്ടിക്കിൾ. ഈ ന്യൂട്രോണിനെ പ്രോട്ടോൺ ആക്കി മാറ്റുമ്പോഴാണ് അവിടെ ബീറ്റ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോണാണ് എമിറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോണാണ് എന്താ വന്നത്, ബീറ്റ പാർട്ടിക്കിൾസ് ആയിട്ട് കാണുന്നത്. അത്രയാണ് കോസ് ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡീക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്നുള്ളത്. അതിലൊരു 7 പോയിൻ്റാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കെ. റേഡിയോ ആക്റ്റീവ് ഡീക്കെ ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചർ, പ്രഷർ എന്നുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സിനെ ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഒക്കേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് chance. It means that impossible to predict which particular atom of the radioactive element will disintegrate in a given time interval. നമുക്ക് ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ പ്രത്യേകിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രോസസ്സാണ് റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കാര്യങ്ങളും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് മുഴുവനായിട്ട് നടക്കുന്നത് ലോസ് ഓഫ് ചാൻസിലാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഒരു പ്രത്യേക സമയത്ത് ഡീക്കെ നടക്കും, ഒരു പ്രത്യേക സമയത്ത് ഫുള്ള് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അതിൻ്റെ ടൈം ഇൻ്റർവെല്ലിൽ പറയാനോ ഒന്നിനും സാധിക്കില്ല. ഒരു ഗിവൺ ടൈം ഇൻ്റർവെല്ലിൽ ഇന്ന പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു, ഇത്ര പെർസെൻറ്റേജ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും, ഇത്ര പെർസെൻറ്റേജ് നടക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കയിൽ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് അറ്റ് എ ടൈം ഐദർ ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ്. ആൽഫ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ബോത്ത് ദ ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ആർ നോട്ട് എമിറ്റഡ് സൈമിൾട്ടേനിയസ്ലി. ഈ ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും ഒരേ സമയത്ത് എന്ത് ചെയ്യില്ല, ഒരേ ടൈമിൽ എന്ത് ചെയ്യില്ല, അവർ എമിറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് പോയിന്റ്, എ ന്യൂക്ലിയസ് കനോട്ട് എമിറ്റ് മോർ ദാൻ 1 ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾസ് അറ്റ് എ ടൈം. ന്യൂക്ലിയസിന് ഒന്നിൽ കൂടുതൽ ആൽഫേനോ ബീറ്റനോ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എമിറ്റ് ചെയ്യാൻ കഴിയില്ല. The emission of alpha particles decreases the mass number by 4 and atomic number by 2. The alpha particles എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് നമ്പർ 4 കുറയുകയും അറ്റോമിക് നമ്പർ 2 കൂടുകയും ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. താഴത്തെ ഈ പ്രോസസ്സ്, അതായത് ഇതൊരു എലമെൻ്റാണ്, എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻ്റാണ്. ആ എലമെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എലമെൻറ്റ് എന്ത് നടക്കുകയാണ്, ഡിസിൻറ്റഗ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് ആൽഫ ഡീക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതാ സെഡ് താഴുണ്ട്, എ മുകളിലുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറുകയാണ്, ഹീലിയം He2 എന്ന് പറഞ്ഞ He4 എന്ന് പറഞ്ഞ ആ എലമെൻ്റ് ആവുകയാണ്. പിന്നെ എന്താണ് ഇവിടെ എന്തായിട്ട് കുറഞ്ഞു, അതിൻ്റെ അറ്റോമിക് നമ്പർ 4 ഡിക്രീസ് ചെയ്തു, പ്രോട്ടോൺ നമ്പർ 2 കുറഞ്ഞു. ഇതാണ് എന്തുണ്ടാവുന്നത്, മാസ് നമ്പർ 4 അറ്റോമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്തു. ഇതേപോലെ തന്നെ ബീറ്റ പാർട്ടിക്കിളിൻ്റെ എമിഷൻ നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക, പ്രോട്ടോൺ നമ്പർ 1 കൂടും. ദ എമിഷൻ ഓഫ് ബീറ്റ പാർട്ടിക്കിൾ ഡസ് നോട്ട് ചേഞ്ച് ദ മാസ് നമ്പർ ബട്ട് ഇൻക്രീസസ് ദ അറ്റോമിക് നമ്പർ ബൈ 1. മാസ് നമ്പർ ചേഞ്ച് ഒന്നും വരില്ല, പക്ഷേ അറ്റോമിക് നമ്പർ +1 വരും. ഓക്കെ, ദ എമിഷൻ ഓഫ് ഗാമ തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ആ കോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഗാമ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, നൈദർ ചേഞ്ചസ് ഇൻ ദ മാസ് നമ്പർ നോർ ദ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇവിടെ ബീറ്റ ഡീക്കേയിൽ മാറുമ്പോൾ ഇവിടെ ഗാമ ഡീക്കേയിൽ ബീറ്റ ഡീക്കേയിൽ സംഭവിക്കുന്നത് നമ്മുടെ പ്രോട്ടോൺ നമ്പർ 1 കൂടും, മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇവിടെ നമ്മുടെ ഗാമ ഡീക്കേയിൽ എന്താണ്, മാസ് നമ്പറോ അറ്റോമിക് നമ്പറോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അതേ എലമെൻ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ എന്താണ് ഗാമ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ റേഡിയോ ആക്റ്റീവ് ആറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ n. നമ്മൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ
n of radioactive atoms present in that instant. ആ സമയത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് n എന്നുള്ളത്. അതിനൊരു പ്രൊപ്പോർഷനിലാണ് ഡിസൻറ്റിഗ്രേഷൻ നടക്കുന്ന എത്രത്തോളം റേഡിയോ ആക്റ്റീവ് ആറ്റങ്ങൾ ആ ന്യൂക്ലിയസിനകത്തുണ്ട് അതിനോട് പ്രൊപ്പോർഷനിലാണ് എന്ത് ഡിസൻറ്റിഗ്രേഷൻ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്. അതായത് എത്രത്തോളം ആറ്റം ഉണ്ട് അത്രത്തോളം ആറ്റം എന്ത് ചെയ്യും ഡിസൻറ്റിഗ്രേഷൻ നടക്കും. Thus, greater the number of atoms present in that element, faster will be the decay and vice versa. അതായത് നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലാണെന്ന് വിചാരിക്കുക. ഒരു എലമെൻറ്റിൽ നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലാണെങ്കിൽ അവിടുത്തെ ഡീക്കേ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ അവിടുത്തെ ഡീക്കേ റേറ്റ് എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അത്രയാണ് ഇവിടെ ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെറ്റ് n0 ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഒറിജിനലി ഇൻ ദ സാമ്പിൾ അറ്റ് ടൈം t = 0. അതായത് n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അത് അറ്റ് ടൈം t = 0 ഉള്ള ആ ടൈമിൽ ഉള്ള ഒരു എലമെൻറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആറ്റംസാണ് നമ്മൾ n0 എന്ന് കൺസിഡർ ചെയ്യുന്നത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ലെഫ്റ്റ് ഇൻ ദ സാമ്പിൾ അറ്റ് ടൈം t. അതായത് t = 0 ആകുമ്പോൾ അവിടെ n0 ആറ്റംസും t = 0 ആകുമ്പോൾ n0 നമ്പർ ഓഫ് ആറ്റംസും അത് n ആയി. എപ്പോൾ? ടൈം t ആയപ്പോൾ. ഓക്കെ, ടൈം t ആയപ്പോൾ ആ n0 എന്നുള്ള ആറ്റംസ് എന്തായി? n ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ d എന്ന് പറയുന്ന ആ സ്മോൾ ടൈമിൽ dt എന്ന് പറയുന്ന സ്മോൾ ടൈമിൽ d എന്ന് പറയുന്ന അത്രയും ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് ഡിസഗ്രിഗേറ്റ് ചെയ്യാന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം n0 ആയിരുന്നു അറ്റ് ടൈം t = 0. ആദ്യം നമ്മളെടുത്തപ്പോൾ n0 ആയിരുന്നു. പിന്നെ അതെന്തായി? n ആയി മാറി. അപ്പോൾ ടൈം എന്തായി മാറി? t ആയിട്ട് മാറി. അപ്പോൾ dt എന്ന് പറഞ്ഞ ചെറിയ സമയത്ത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ആറ്റത്തിൻ്റെ നമ്പറാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? d എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ നമ്മൾ പറയുന്നത് -dn/dt ആണ്. അതായത് dt സമയത്ത് dn ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നു. മൈനസ് സൈൻ കാണിക്കുന്നത് എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണെന്നാണ്. നമ്പർ ഓഫ് ആറ്റംസ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ആ മൈനസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളെ റേഡിയോ ആക്റ്റീവ് ഡീക്കേ ലോ അനുസരിച്ച് എന്താണ്? ഡിസൻറ്റിഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് നമ്പർ ഓഫ് ആറ്റംസ്. ദാറ്റ് ഈസ് ഡിസൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dn/-dn/dt. ദാറ്റ് ഈസ് -dn/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? n. ഓർ -dn/dt ഈസ് ഈക്വൽ ടു നമ്മൾ ആ പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു ലാംഡ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരികയാണ്. ആ കോൺസ്റ്റൻറ്റിനാണ് നമ്മൾ ഡിസൻറ്റിഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് -dn/dt ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ n. നമ്മളൊരു ലാംഡ എന്ന് പറഞ്ഞ ഡിസൻറ്റിഗ്രേഷൻ കോൺസ്റ്റൻറ്റിനെ അവിടെ കൊണ്ടുവന്നു. ഓക്കെ, therefore നമുക്ക് എന്തെഴുതാം? dn/dt ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? dn/n ദാറ്റ്സ് ഈക്വൽ ടു -λ/dt എന്ന് എഴുതാം. ഓക്കെ, ഈ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെയാക്കിയിട്ട് എഴുതാൻ പറ്റും. dn/n ദാറ്റ്സ് ഈക്വൽ ടു -λ/dt. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഒരു സൈഡ് n0 to n വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് n0 to n-ഉം റൈറ്റ് ഹാൻഡ് സൈഡ് 0 to t-യും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ അവിടെ ആ സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല. ഇൻ്റഗ്രൽ n0 to n dn/n ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t -λ/dt. ഓക്കെ, അങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ വരിക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കാര്യം പറയുമ്പോൾ ഇൻ്റഗ്രൽ n0 to n ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? n0 to n dn/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് എഴുതാം? log n ആയിട്ട് മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ dn/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log n ആണ്. ദാറ്റ് ഈസ് log n ദാറ്റ്സ് ഈക്വൽ ടു -λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ അവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് dt ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. അവിടെ t ആണ്. അതായത് നമ്മൾ dt-നെ വിത്ത് റെസ്പെക്ട് ടു 0 to t ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായിട്ട് മാറി? അത്
ടി ആയിട്ട് മാറി. 0 to t ഇൻ്റഗ്രൽ 0 to t dt ദാറ്റ്സ് ഈക്വൽ ടു ടി. അപ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു ടി പ്ലസ് നമ്മുടെ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി വരും. ദാറ്റ് ഈസ് ലോഗ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമ്മളെടുത്തത് അറ്റ് എ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ടൈം ടി ഈക്വൽ ടു 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ എന്താണ് എൻ ഈക്വൽ ടു എന്താണ് n0 ആണ് അല്ലേ? അതാണ് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ദാറ്റ് ഈസ് ലോഗ് എന്നിന് പകരം എന്താണ് ലോഗ് n0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടിക്ക് എന്താണ് ടി ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ടി ഈക്വൽ ടു 0 കൊടുത്തതാണ് പ്ലസ് സി. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ലോഗ് n0 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? സി കിട്ടും. ലോഗ് n0 ദാറ്റ്സ് ഈക്വൽ ടു സി കിട്ടും. ഓക്കെ, ലോഗ് n0 ദാറ്റ്സ് ഈക്വൽ ടു സി കിട്ടും. ദർഫോർ ഇക്വേഷൻ 2 എന്തായിട്ട് മാറും? ഇക്വേഷൻ 2-നകത്ത് സിക്ക് നമ്മൾ ആ ലോഗ് n0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? ലോഗ് n ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് ലോഗ് n0 എന്ന് കിട്ടും. നമ്മൾ ആ ലോഗ് n0നെ സമത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ലോഗ് n മൈനസ് ലോഗ് n0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടി. ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്നുള്ള ഫോമിൽ എഴുതാണ്. ദാറ്റ് ഈസ് ലോഗ് n ബൈ n0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടിനെയും ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ വെച്ച് എഴുതാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് എഴുതുമ്പോൾ എന്താവും? ഇ റേസ് ടു എക്സിൻ്റെ എന്താണ്? എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് n ബൈ n0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഓക്കെ, ദർഫോർ നമുക്ക് എന്തെഴുതാം? n ഈക്വൽ ടു എന്തെഴുതാം? n0 ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ.